സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് പുട്ടുണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഈ കപ്പയൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പുട്ട് ചുടാൻ ആവശ്യമുള്ള കപ്പയായി എന്ന് കണ്ടാൽ നിർത്തിവെക്കാം. ഇത് ഞാൻ 1/4 കിലോ കപ്പയാണ് എടുത്തത്. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം. എന്നാലാണ് പുട്ട് ചുട്ടാൽ സ്വാദുണ്ടാവുക. ഇങ്ങനെ 2 പ്രാവശ്യം കഴുകിയെടുക്കണം. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുകയും വേണം. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുക. ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്താൽ മതി. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി ഈ ഗ്രേറ്റ് ചെയ്ത കപ്പയിലേക്ക് കുറച്ചായി അരിപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് പൊടിയിട്ട് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടി ഒന്നിച്ചിടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ട് കൊടുത്താലാണ് ഈ ഗ്രേറ്റ് ചെയ്ത കപ്പയിലേക്ക് ആവശ്യമുള്ള അരിപ്പൊടി ആയോ എന്ന് നമുക്ക് മനസ്സിലാവുക. സാധാരണ പുട്ടിന് നനയ്ക്കുന്നത് പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈകൊണ്ട് പിടിച്ചു നോക്കുന്നത് നല്ലതാണ്. പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പൊടി കറക്റ്റായി എന്നർത്ഥം. ഇത് 1/2 കിലോ ചെമ്മീൻ ഓടുപൊളിച്ച് കഴുകിയെടുത്ത് വൃത്തിയാക്കിയെടുത്തതാണ്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടണം. ഇനി പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ചെറുതായി മൂത്തു എന്ന് കണ്ടാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. രണ്ട് പച്ചമുളക് മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം.
ഇനി നേരത്തെ മസാല ചേർത്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ പനീർ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും നല്ല സ്വാദാണ്. അല്ലെങ്കിൽ ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചിക്കൻ ഇടാം. ഇത് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് സാധനം വെച്ചും ഇതുപോലെ മസാല ഉണ്ടാക്കി പുട്ട് ചൂടാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള മുറിച്ച് ഇട്ട് കൊടുക്കാം. സവാള മുറിക്കുമ്പോൾ ചെറുതായി മുറിച്ചെടുക്കണം, അതാണ് നല്ലത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള എത്ര കണ്ട് ചെറുതായി മുറിക്കാൻ പറ്റുന്നുവോ അതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുക്കാൻ മാറ്റി വയ്ക്കാം. നേരത്തെ കുഴച്ച് വെച്ച കപ്പയുടെ പൊടിയെടുത്ത് പുട്ടും കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയ്ക്ക് പകരം ചെമ്മീനിൻ്റെ കൂട്ടും അരിപ്പൊടിക്ക് പകരം കപ്പയുടെ കൂട്ടുമാണ് ഇടേണ്ടത്.
ഇങ്ങനെ ഇട്ട ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. നല്ലതുപോലെ ആവി വന്നു എന്ന് കണ്ടാൽ നമുക്ക് പുട്ട് കുത്താം. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നല്ല സ്വാദുണ്ടാവുക. ഒന്ന് നിങ്ങളും ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.